ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മീൻ പൊള്ളിച്ചതാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി കടുവ മീനാണ് എടുത്തിട്ടുള്ളത്. അത് മുറിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് അരപ്പും മീനിൽ പിടിപ്പിച്ചെടുക്കണം. കടുവ മീനാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് വലിയ കടുവ മീൻ. ഇനി ഇത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി മീൻ ഇതിലേക്ക് വെച്ച് 2 ഭാഗവും ഒന്ന് ചുറ്റും മറിച്ച് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അരപ്പ് മീനിലൊന്ന് പിടിച്ച് കിട്ടണം. അതുപോലെ ഒന്ന് നല്ലപോലെ ഫ്രൈ ആവേണ്ട, 2 ഭാഗവും തിരിച്ചും മറിച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി വെക്കണം. നല്ലപോലെ പാത്രം ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ച് വെച്ച് ഇതുപോലെ പൊള്ളിച്ചെടുത്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു 1 ഇഞ്ച് കഷ്ണത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും, 6-7 വെളുത്തുള്ളി കട്ട് ചെയ്തതും, 2 പച്ചമുളക് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയെല്ലാം മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ല മണം. ആ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇത് ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടി കിട്ടും. ഇളക്കി കൊടുത്തോണ്ട് ഇങ്ങനെ അടച്ച് വെച്ചാൽ പെട്ടെന്ന് വാടി വരും. കുറേ സമയം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണ്ട. ഇങ്ങനെ ഇനി ഇതൊന്ന് തുറന്നാൽ ഇതുപോലെ വാടി കിട്ടും സവാള. സവാളയിലും വാടി ഒന്ന് ചെറുതായി കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊന്ന് മാറി വരണം. ആ സമയത്ത് ഇതിലേക്ക് മറ്റു പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പിരിയമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരണം. പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, നല്ല പോലെ പഴുത്ത ഒരു തക്കാളി മുറിച്ചതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ചാൽ പെട്ടെന്ന് തക്കാളിയെല്ലാം വെന്ത് കിട്ടും. തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയെല്ലാം നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ തക്കാളിയെല്ലാം ഉടച്ചെടുത്തതിന് ശേഷം നല്ല മണം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ച് കൊടുക്കണം. മീൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് മസാലയും കൂടെ വെച്ച് കൊടുത്ത് വാഴയിലൊന്നും കിട്ടാത്തവർക്ക് ഇതുപോലെ മീൻ പൊള്ളിച്ചെടുക്കുക. നല്ല രുചിയാണ് ഇങ്ങനെ മീൻ പൊള്ളിച്ചെടുത്താൽ. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തീൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റും. ഇനി ഇതിന് മുകളിലായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കുടംപുളിയും കൂടെ ഈ സമയത്ത് 2 കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പുളിയുടെ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്ത്
ഒന്നും കൂടെ അടച്ചു വച്ച് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. എണ്ണയെല്ലാം തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയായി. Thank you for watching.